ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ആശംസകൾ. അപ്പോൾ ഹാപ്പി ന്യൂ ഇയറിന് എല്ലാവരും എവിടേക്ക് പോയി ഗൈസ്? കൂട്ടുകാരെ കാണാനും ബന്ധുക്കളെ കാണാനും കല്യാണം കഴിച്ചവരാണെങ്കിൽ റിലേറ്റീവ്സിനെ അച്ഛനെ അമ്മയൊക്കെ കാണാനും സഹോദരനെ കാണാനും സഹോദരിയെ കാണാനും മക്കളെ കാണാനും ഒക്കെ പോയിട്ടുണ്ടാവും ഗൈസ്. ഞാനെല്ലാവരെയും മുമ്പേ പോയി കണ്ടിട്ട് ഇവിടുന്ന് 2-3 ദിവസം മുമ്പ് അങ്ങ് മുങ്ങി. ഒരു 8 o'clock ആയപ്പോൾ ഓടി ഒരു ടാക്സിയൊക്കെ പിടിച്ച് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ, ഡാഡിയും റിലേറ്റീവ്സൊക്കെ ഓരോ വണ്ടിയിലും, ഞാനും എൻ്റെ ഫ്രണ്ട്സും കുഞ്ഞു വാവകളും എല്ലാവരും കൂടെ ഓരോ വണ്ടിയിലും കൂടെ കയറി കന്യാകുമാരിയിലും കോവളത്തും പിന്നീട് കുറച്ച് ദേവാലയങ്ങളൊക്കെ സന്ദർശിച്ചു. രാത്രി മൊത്തം ഓടിക്കൊണ്ടേയിരുന്നു, എങ്ങനെ സ്റ്റേ ഇല്ലായിരുന്നു. ഫുഡ് കഴിക്കാൻ മാത്രം 2-3 അവിടെ ഇവിടേക്ക് ഔട്ട്ലെറ്റുകളിലൊക്കെ ഇറങ്ങി. പിന്നെ അതൊരു ആകസ്മികമായിട്ട് അല്ല, ആക്സിഡൻ്റലി ഇങ്ങനെ പോയതാണ്. അത് മുൻകൂട്ടിയൊന്നും തയ്യാറെടുത്ത് ഒന്നും പോകാനിരുന്നതല്ല. ഞാൻ 2 ആപ്പിൾ ഏത്തപ്പഴമൊക്കെ എടുത്ത് ഇച്ചിരി ഫ്ലാസ്കിൽ ഇച്ചിരി വെള്ളമൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ചിരുന്നു. അതൊക്കെ കഴിച്ചത് കാരണം കൂടുതലൊന്നും ആഹാരമൊന്നും വേണ്ടി വന്നില്ല ഗൈസ്. മൈൻഡിനൊരു റിലാക്സേഷൻ എന്ന് വെച്ചാൽ പാതിരാത്രി 1 മണി 2 മണി 3 മണിക്കൊക്കെ വണ്ടി ഇങ്ങനെ തമിഴ്നാട്ടിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. തക്കലയും അതും എന്തൊക്കെ എനിക്കറിയത്തില്ല. തമിഴ്നാട്ടിലെ ഒരുപാട് മനോഹരമായ പേരുകളുള്ള സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ പാസ് ചെയ്ത് ഇങ്ങനെ വിജനമായി, ഞങ്ങളെ വണ്ടി മാത്രമേ ഉള്ളൂ, വിജനമായ പിന്നെ വഴികൾ റോഡിലൂടെ ഇങ്ങനെ പോകുന്നു. കുറേ ചരക്ക് വാഹനങ്ങൾ മാത്രമേ ഉള്ളൂ ഗൈസ്. പിന്നെ ന്യൂ ഇയറിൻ്റെയും ക്രിസ്മസിൻ്റെയൊക്കെ കുറച്ച് ആഘോഷങ്ങളൊക്കെ അവിടെ ഇവിടെയായിട്ട് നടക്കുന്നതിൽ കൂടുതൽ നമ്മൾ കേരളത്തിൽ പോലെ ഇങ്ങ് ഭയങ്കര ഇതൊന്നും ഞാൻ കണ്ടില്ല. റോഡൊക്കെ ഫുള്ളി ഒരു കൂടുതലും നല്ല വിജനമായിരുന്നു. അത് കാരണം വണ്ടി ഓടി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു ഗൈസ്. ഇതൊക്കെയല്ലേ നമ്മളെ ജീവിതത്തിലെ ഓർമ്മകൾ. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇയർ എന്താണെന്നൊന്നും നമുക്കറിയില്ല. അത് വരുന്ന പോലെ വരട്ടെ. ഇന്ന് ജീവിക്കുക, ഇന്ന് കാണുക, ഇന്ന് ഉണ്ണുക, ഒന്ന് കൂട്ടുകൂടുക, സന്തോഷിക്കുക. ഇതില്ല ഇന്ന് ഈ നെക്സ്റ്റ് മൊമെൻ്റ് ഒന്നും ഞാൻ എൻ്റെ ലൈഫിലൊന്നും ഇപ്പോൾ ഓർക്കാറില്ല. പണ്ട് പേടിയുണ്ടായിരുന്നു ഇച്ചിരി, ഇപ്പം വലിയ പേടിയൊന്നുമില്ല. വയസ്സായില്ലേ ഗൈസ്. അപ്പോഴെല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു. നമുക്കാരും സന്തോഷമൊന്നും കൊണ്ടു തരത്തില്ല ഗൈസ്, ആരും കൊണ്ടു തരത്തില്ല. നമ്മുടെ സന്തോഷം നമ്മൾ കണ്ടെത്തുക. നമ്മൾ പിന്നെ കൂടുതലും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നതൊക്കെ ആലോചിച്ചോ അവരെന്തെങ്കിലും പ്രവർത്തിച്ചത് ആലോചിച്ചൊക്കെ ഇരുന്ന് ഞാനും ഭയങ്കരമായിട്ട് ടെൻസ്ഡ് ആയിട്ടുള്ള ടൈം ഉണ്ടായിരുന്നു ഗൈസ്. അതൊന്നും ഇപ്പം നമ്മൾ ആലോചിക്കുമ്പം തന്നെ നമ്മളെന്തിനായിരുന്നു വേറുള്ളവരൊക്കെ പറഞ്ഞത് കേട്ട് സങ്കടപ്പെട്ടിരുന്ന് നമ്മളെ ലൈഫിൽ ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കി വെച്ചിരുന്നതെന്ന് ഞാനിപ്പോൾ ആലോചിക്കുന്നു ഗൈസ്. നമ്മളതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. അവർക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ അവർക്ക് ആനന്ദം കണ്ടെത്താൻ ആരെങ്കിലുമൊക്കെ പറയുന്നെങ്കിൽ അവരത് പറഞ്ഞോട്ടെ ഗൈസ്. നമ്മൾ വിട്ട് കളയുക. എല്ലാം ദൈവത്തിനെ അങ്ങ് വിട്ടു കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മളെ മൈൻഡ് ഫ്രീ ആയിക്കോളും. അപ്പോൾ എല്ലാവർക്കും ന്യൂ ഇയർ ആശംസകൾ. എല്ലാവരുടെയും ലൈഫിൽ നല്ല കാര്യങ്ങളുണ്ടാവട്ടെ. കൊച്ചു ദുഃഖങ്ങളുണ്ടായാലും അതൊരു വലിയ സംഭവമാണെന്നൊന്നും ആരും പിന്നെ ഇങ്ങനെ മനസ്സുകൊണ്ട് അങ്ങ് കാട് കയറി ചിന്തിച്ച് വലിയ ദുഃഖമാണിത് എന്നൊന്നും ആലോചിച്ച് സമയങ്ങൾ പാഴാക്കാതെ ജീവിതത്തിലെ നല്ല അവസരങ്ങളും നല്ല മൊമെൻറ്റ്സും ഒക്കെ കിട്ടുന്നതൊക്കെ ആസ്വദിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയിൽ എല്ലാവരെയും കാണും, നിങ്ങളെല്ലാവരെയും കാണും. ഇനി കുറച്ച് യാത്രകളൊക്കെ പോകണമെന്നുണ്ട്. മിഠായി തെരുവ് കാണണം, ഹൈദരാബാദിലൊന്നും പോകണം, കൽക്കട്ടയിൽ നിന്ന് കാണണം. ഇതൊക്കെ ദൈവം നടത്തിത്തരും ആയിരിക്കും. ഇങ്ങനെ ശുഭവിശ്വാസത്തോടെ ശുഭപ്രതീക്ഷയോടെ ഇരിക്കുകയാണ് ഗൈസ്. അതൊരവസരം ഉണ്ടാവുമായിരിക്കും. അവിടെ ഞാൻ പോകണമെന്ന് ഒരു ദൈവനിശ്ചയം ഉണ്ടെങ്കിൽ ഞാൻ അവിടെ എത്തിയിരിക്കും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ബൈ.